പി.ടി. അബ്ദുറഹ്മാന്റെ സ്മരണയ്ക്കായി വടകര എഫാസ് നൽകി വരുന്ന പി.ടി. സ്മാരക പുരസ്കാരം പ്രശസ്ത നാടക സിനിമാ സാംസ്കാരിക പ്രവർത്തകയുമായ നിലമ്പൂർ ആയിഷയ്ക്ക് സമർപ്പിച്ചു. ഡോക്ടർ മെഹറൂഫ് രാജ് അവാർഡ് വിതരണം നടത്തി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. മലയാള കവിയും പ്രശസ്ത സിനിമാ ഗാനരചയിതാവും മാപ്പിളപ്പാട്ട് സാഹിത്യരംഗത്തെ വേറിട്ട വ്യക്തിത്വവുമായിരുന്ന പി.ടി. അബ്ദുറഹ്മാന്റെ സ്മരണയ്ക്കായി വടകര എഫാസ് ഏർപ്പെടുത്തിയ പി.ടി. സ്മാരക പുരസ്കാരം പ്രശസ്ത നാടക സിനിമാ സാംസ്കാരിക പ്രവർത്തകയുമായ നിലമ്പൂർ ആയിഷയ്ക്ക് സമർപ്പിച്ചു. വടകര മുനിസിപ്പൽ പാർക്കിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഡോക്ടർ മെഹറൂഫ് രാജ് അവാർഡ് വിതരണം നടത്തി. പറഞ്ഞു വന്നത് ഏറനാട് താലൂക്കിലൊക്കെയുള്ള അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ അസാമാന്യമായ രണവീര്യമുള്ള ആളുകളായിരുന്നു. ഇനി തീർച്ചയായും ഈ നമ്മൾ ഐഷാത്തയിലേക്ക് എത്തുമ്പോൾ ഇത്തരം ആളുകളിലൂടെ കടന്നു പോകേണ്ടതുണ്ടെന്നുള്ളത് പറയാനാണ് വരുന്നത്. അതാണ് പറയാൻ. ശേഷം ഐഷാത്ത അവരുടെ ജീവിതം കൊണ്ട് പച്ച പിടിക്കാത്ത ജീവിതവും കൊണ്ട് വേറെ പല വേഷങ്ങളും കിട്ടി. ഇപ്പോൾ സിനിമയിലൊക്കെ പല സിനിമകളിൽ അഭിനയിച്ചു. അവിടെ ഒന്നും കരക്ക് പിടിക്കാത്തതുകൊണ്ട് അവരിങ്ങനെ ഗൾഫിൽ പോയി അവിടെ കുറേ ജോലി ചെയ്ത് മടങ്ങിയെത്തി. പിന്നെയും കുറേ സിനിമയിലൊക്കെ അഭിനയിച്ചു. ഇന്നും ഈ 91 വയസ്സാണ്. ഈ 35 1935 ജനിച്ച ആളാണ്. ഈ 2026 ആകുമ്പോൾ 91 വയസ്സാണ്. ഇപ്പോഴും തന്നെ അവരുടെ ഈ കാലത്തിൻ്റെ ഹസ്തങ്ങൾ അവർ ശരീരത്തിൻ്റെ ശാരീരിക ആരോഗ്യത്തിന് കുറച്ചൊക്കെ ക്ഷീണം പറ്റിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ മനസ്സിപ്പോഴും വളരെ സ്ട്രോങ് ആണ്. സ്റ്റിൽ എനിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ നേരത്തെ എന്നോട് പറയണ്ടേ, എനിക്ക് പല്ലൊന്നുമില്ല. ഞാൻ പറയും പല്ലുകൊണ്ടല്ല യുദ്ധം നയിക്കൽ. യുദ്ധം ജയിക്കൽ പല്ലും എല്ലും കൊണ്ടല്ല, അത് മനസ്സുകൊണ്ടാണ്. ആ നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ഈ ആയിഷാത്തയുടെ ചരിത്രം വീണ്ടും വീണ്ടും കഥിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ചടങ്ങ് ഇത്രയും വലിയ പ്രസക്തിയും. ഇങ്ങനെ ഒരു എഫാസ് പോലൊരു സംഘടന, ഇങ്ങനെയുള്ള ഒരു രണവീര്യം ഉൾക്കൊള്ളുന്ന ഒരു വനിതയെ, രത്നത്തെ, അങ്ങനെ ഒരു മനസ്സിനെ, ശക്തമായ മനസ്സിനെ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ നിർത്തുകയും അങ്ങനെ നമ്മൾ അതിൽ നിന്നും ആ വെളിച്ചം കൊളുത്തുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അതാണ് ആയിഷാത്തയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അകമ്പടി എന്ന് പറയുന്നത്. ഈ ഗുരു പറഞ്ഞ ആ മഹത്തായ അകമ്പടി ആ മനസ്സായിരുന്നു. കാരണം മുമ്പ് റൂമി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വഴി കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങി നടന്നു തുടങ്ങിക്കോളൂ, അപ്പോഴും വഴി ക്രമേണ കാണുന്നു. അങ്ങനെ ആ മുമ്പിൽ കാണാത്തൊരു വഴിയിലൂടെ തനിക്ക് ആരെയും പിന്തുടരാനില്ലാത്ത മാതൃകളില്ലാത്തൊരു ലോകത്തിൽ സ്വന്തം ജീവിതം കൊണ്ട് ഈ അനീതിക്കും ഈ അനാചാരങ്ങൾക്കുമെതിരെ ഒരു കിഴക്കൻ ഏറനാടൻ പെൺകുടി 15-ാം വയസ്സ് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് തങ്കലിപികളിൽ രേഖപ്പെടുത്തേണ്ട ചരിത്രമാണെന്ന് തോന്നുകയാണ്. എഫാസിന് വേണ്ടി മുതിർന്ന അംഗം എൻ ചന്ദ്രൻ പൊന്നാടയണിയിച്ചു. ടി.വി.എ. ജലീൽ പ്രശസ്തി പത്രം കൈമാറി. രാജേന്ദ്രൻ എടത്തുങ്കര അനുസ്മരണ പ്രഭാഷണം നടത്തി. ആർ. ബലറാം, സുരേഷ് ബാബു, ശ്രീസ്ത എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. എഫാസ് പ്രസിഡന്റ് പി.കെ. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി സി. വത്സകുമാർ സ്വാഗതവും സെക്രട്ടറി വിനോദ് അറക്കിലാട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ, വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.